ഗൈസ്, സച്ചിൻ വ്ളോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ചങ്ങനാശ്ശേരി വേങ്ങലില് അത്യാവശ്യം കുറച്ച് കാണാൻ നല്ല അടിപൊളി ഒരു മിനി കുട്ടനാടെന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, നമുക്കിനി വീഡിയോ കാണാം. അടിപൊളി കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ കാണിക്കാം. അതിമനോഹര സ്ഥലം ആദ്യം ഞങ്ങൾ ഇപ്പം തന്നെ കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി. വേങ്ങൽ കാവുമ്പം കേരള നമ്മുടെ ഈ സ്ഥലമാണ് കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ലൊക്കേഷൻ ഇട്ടു. 4.5 കിലോമീറ്റർ സ്റ്റാർട്ട്. ഗൈസ്, അപ്പം നമ്മൾ ഏകദേശം മുത്തൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരം ഉള്ളൂ ഇവിടെ അങ്ങോട്ട് വരുന്നത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തൂർ, പെരുന്തുരുത്തി, ഇടിഞ്ഞില്ലം, അവിടുന്ന് നേരെ നമ്മൾ വേങ്ങലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു റൂട്ടാണ്. പക്ഷെ നമ്മൾ നേരെ ഒരു റൂട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അധികം ഒന്നും കാണാനോ ഒന്നുമില്ല. കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ആ റൂട്ടിൽ പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടുന്ന് ഒരു ബൈ റൂട്ട് ഉണ്ട്. ആ ബൈ റൂട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാമം കിട്ടും. ആ ഗ്രാമത്തിൽ നമുക്ക് കുറച്ച് ഗ്രാമീണമായുള്ള കാര്യങ്ങൾ കാണാൻ, കുറച്ച് വീടുകളും അവിടെ ഒരു ഈ പറഞ്ഞ വേങ്ങലിലെ ഈ സ്ഥലത്ത് ബണ്ടിൽ വെള്ളം കെട്ടിയിട്ടേക്കുന്നത് പോലെ തന്നെ അവിടെ വെള്ളം കെട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് കാണാം. അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ നമ്മൾ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഒരു ബൈ റൂട്ട് കയറുക. പെരുന്തുരുത്തി കഴിഞ്ഞിട്ട് ഒരു ബൈ റൂട്ട് കയറും. അവിടുന്ന് നേരെ നമ്മൾ വേങ്ങലിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഒരു ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. അവിടെ നല്ല അടിപൊളി വ്യൂസ് കാണും. അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാർ കാണും. ചിലപ്പം നമുക്ക് വെള്ളം കയറിയ വീടുകൾ കാണും. അതൊക്കെ കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും നമുക്കതൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കാര്യങ്ങളൊക്കെ കണ്ടു പോവാം. അല്ലാതെ ഒരു മെയിൻ റോഡിൽ കൂടെ പോയിട്ട് ചുമ്മാ റോഡ് മാത്രം കണ്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ റൂട്ട് തന്നെ തിരഞ്ഞെടുക്കുന്ന ആ റൂട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്കിനി ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. അവിടുത്തെ കാര്യങ്ങളും നാടിനെ പറ്റിയും ഒക്കെ നമുക്കിനി അവിടോട്ട് ചെന്നിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പെരുന്തുരുത്തി ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമ്മുടെ കൃഷ്ണഗിരി മെഡിസിറ്റി, അതായത് നമുക്ക് ഡെന്റൽ കോളേജിൽ കാണാം. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എൽബ എന്ന് പറയുന്ന ഷോപ്പുണ്ട്. ആ ഷോപ്പിന്റെ സൈഡിലൂടെ കിടക്കുന്നത് ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ വഴി നമ്മൾ നേരെ ചെല്ലുന്നത് കാവുംഭാഗം ഇടിഞ്ഞില്ലം റൂട്ടിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ നിന്ന് നമ്മൾ പോകേണ്ടത് കാവുംഭാഗത്തിനുള്ള റൂട്ടിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. കാവുംഭാഗത്തിലോട്ടുള്ള റൂട്ടിലോട്ട് തിരിച്ച് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലോട്ട് അടുത്ത തിരിവ്. ആ തിരിഞ്ഞ് കയറുന്നതാണ് നമ്മൾ ഗ്രാമത്തിലേക്ക് കയറുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ വെള്ളക്കെട്ടുകളും ആൾക്കാർ മീനെ പിടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. നമ്മൾ ഒരുപാട് പോയിട്ടുള്ള ഗ്രാമമാണ്. നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ വേങ്ങലിലോട്ട് എത്തുന്നത്. അവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. അതുകൊണ്ട് ഈ വേങ്ങൽ എന്ന് പറയുന്ന സ്ഥലം ഓൾറെഡി നിങ്ങൾ എല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതൊരു സൂപ്പർ സ്ഥലമാണ്. നമുക്ക് എല്ലാവർക്കും പോയിരുന്ന ഈവനിങ് ഒക്കെ നമുക്ക് ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം. നമ്മുടെ വീട്ടിലുള്ളവർ വീട്ടുകാരെയൊക്കെ കൊണ്ടുപോയിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണത്. അത് ഒരു പ്രത്യേകതരം വൈബ് തന്നെയാണ് അവിടെ പോകുന്നത്. അത് ഈ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫീൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാമം തിരഞ്ഞെടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം നമുക്കിനി എല്ലാം അവിടെ ചെന്നിട്ട് കാണാം.
വൈകുന്നേരമൊക്കെ കുടുംബത്തോടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ 2 ഫ്രണ്ട്സ് അവിടെ ഒരു കട ഉണ്ടാവും. ആ കടയിൽ നമുക്ക് ചായ കൊടുക്കാൻ നമുക്ക് ഫ്രീ തരണ്ട, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി വിട്ടത്. ഈ പാലം കയറി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്ഥലമാണ് കേസ്. നിങ്ങൾക്ക് നല്ല 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 സേവ് ദ ഡേറ്റ്, ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഇവിടാണ് കേസ്. സേവ് ദ ഡേറ്റ് എടുക്കാം, കല്യാണ ഷൂട്ട്, വ്ലോഗ് എടുക്കാം. നല്ല നല്ല അടിപൊളി സ്ഥലം, നല്ല കേരളത്തിന്റെ യഥാർത്ഥ ഭംഗി അറിയിക്കുന്ന പോലെ ഒരു ട്രഡീഷണൽ വൈബാണ് ഇവിടെ. വെള്ളം കയറാത്ത ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ നെൽകൃഷി ഉണ്ടാകും, പക്ഷികളുണ്ടാകും. ഗൈസ്, അപ്പം കാറ്റിന് നല്ല പ്രശ്നങ്ങളുണ്ട്. പറയുന്നതെല്ലാം ക്ലിയർ ആകുമെന്നൊന്നും അറിയത്തില്ല. ഇതിൽ പറയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല വൈബ് സ്ഥലം. ഒരു റോഡ്, അതിൻ്റെ 2 സൈഡിലെ വെള്ളക്കെട്ടുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു ട്രഡീഷണൽ ടച്ചോടുകൂടിയുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി കാണിക്കാതെ കണ്ടില്ലേ. ഒരു നല്ല വൈബ് സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിന് കുറച്ച് മുന്നോട്ട് നടക്കാണ്. അപ്പം നമുക്കിനി ഈ കാഴ്ചകൾ കാണാം. പറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ. ഇത് ഇവിടെ ഫേമസ് ആകാനൊരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ മുമ്പ് ഒരു ചായക്കട ആയിരുന്നു. ആ ചായക്കട തന്നെയാണ് ഇത് ഫേമസ് ആകാനുള്ള ഒരു കാരണം. കാര്യം അത് വന്ന് അതിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പൊങ്ങിയപ്പോഴാണ് ഈ സ്ഥലം ഇത്രയും അധികം ഫേമസ് ആയത്. അപ്പോൾ കാറിൽ കയറി പോവാണ് കേസ്. നമുക്ക് ഈ എന്താ സായാഹ്ന സമയങ്ങളിൽ ആഘോഷിക്കാനും ആർമദിക്കാനും പറ്റിയ സ്ഥലമാണ് കേസ്. വെള്ളം കണ്ടിങ്ങനെ വായും പൊളിച്ച് അടക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചായ കുടിക്കണമെന്നാണ് പറഞ്ഞത്. അവിടെ ആണ് മുടിഞ്ഞ തിരക്കാണ്. അവിടെ ചായ കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുമ്പ് വീട്ടിൽ കൊച്ചു വീട്ടിൽ കിടക്കാണ്. അവള് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവളെ മറന്നിട്ടാണ് ഈ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. കിടിലൻ സ്ഥലമാണ് ഗൈസ്, കിടിലൻ സ്ഥലം. ഒരു രക്ഷയില്ല. ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഇവിടെയാണ് കേസ് എടുത്തത്. അന്ന് പക്ഷേ നമുക്ക് ഇവിടെ വെള്ളമില്ലായിരുന്നു. അല്ലായിരുന്നു ഇത്. അന്ന് നമുക്ക് നെൽകൃഷിയായിരുന്നു ഇവിടെ. നെൽകൃഷി, ബൈക്കൊക്കെ വരുന്നുണ്ട്. ബൈക്കിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന പോലെ ഷൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അടിപൊളി സ്ഥലമാണ് കേസ്, ഒരു രക്ഷയില്ല. കപ്പിൾസായിട്ടൊക്കെ ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. അങ്ങനെ കുറേ ടോക്സ് ഉണ്ട്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇത് ഇങ്ങനെ ഒരു സ്ഥലം, ഈ റോഡ് ഉണ്ടാക്കിയത് ഇത് ആലപ്പുഴയിലോട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള റോഡായിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് മാറ്റി, ഇത് പണി തീർത്തിട്ടില്ല ഇതുവരെ. ആലപ്പുഴയിലോട്ട് ബന്ധിപ്പിക്കാനായിട്ട് ഇതിൻ്റെ പണി ഇതുവരെ തീർത്തിട്ടില്ല. അപ്പോൾ ഇതൊരു ഭാഗം കൊണ്ട് തീരുവാണ്, എൻഡ് ചെയ്യുവാണ്. അന്നേരം ആൾക്കാർ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇവിടെ പിള്ളേർ വരുന്നു, കഞ്ച ഓടിക്കുന്നു, അതാണ് പരിപാടിയാണ്. മറ്റേ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനല്ല. ഇത് നല്ലതായിട്ട് ചിന്തിക്കാൻ, വൈബ് അടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, കിടിലിനൊരു സ്വിഫ്റ്റ്. എൻ്റെ മോനെ പൊളിച്ച് അഭിപ്രായം പറയൂ. ഒരു മികച്ച തോൽവിയാണ് കേസ് ഇവിടെ. ഒരു മികച്ച തോൽവിയാണ്. ഇവക്കൊന്നും അറിയത്തില്ല. വ്ലോഗ് എടുക്കാൻ വന്നിരിക്കുകയാണ് കൈസ്. ഇതുപോലൊരു തോൽവി കൈസ്. കുറച്ച് കാശ് ഞാനും മുടക്കാൻ. ഇവിടെ ചായക്കട വന്നിട്ട് കാര്യമില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഉച്ചക്ക് സമയത്ത് ഇവിടെ വന്നിട്ട് ഉച്ചക്കൊരു 3 മണി വരെ സമയത്തൊന്നും ഇവിടെ ഒന്നും ആരുമില്ല. ഒരുത്തനും ഇല്ല. അങ്ങനെ ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഇതാവത്തുള്ളൂ. വണ്ടി വരുന്നുണ്ട് പുറകെ. നീ ഇങ്ങോട്ട് നീങ്ങി നടന്നു. പട്ടി ഇപ്പം വണ്ടിക്കടി കയറി പട്ടി ഷോ ആവും. അതെ, പട്ടി ഷോ കാണിക്കുമായിരുന്നു ചേച്ചിയുടെ പട്ടി ഷോയും ചേട്ടന്മാരുടെ പട്ടി ഷോയും കൂടെ കാണാം. ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ ഇവിടെ കപ്പിൾസ് കാണും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ വരുന്നുള്ളൂ. കിട്ടിലൊരു ജിപ്സി വരുന്നു ഗൈസ്. നമ്മൾ നോക്ക് ഗൈസ്, മോഡിഫൈഡ് വെഹിക്കിൾസ്, ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ആൾക്കാർ ഇടയ്ക്ക് വരും. ഇത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാര്യം നല്ല കാറ്റുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ജിപ്സിയാണ് ഗൈസ്. അതെ, ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇത് കേൾക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തൊന്നുമില്ല. എന്നാലും അത് പറയുമല്ല. പക്ഷെ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ മൂഞ്ചി ഗൈസ്. വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായില്ല ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ടിൽ ഫോൺ ഇട്ടിട്ട് വരുന്നത്, ലൊക്കേഷൻ ഇട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഫോട്ടോ റാലി എടുത്തോണ്ട് പോലും അറിയില്ല ഗൈസ്. ഞാൻ പോയി ഫോൺ എടുത്തിട്ടെ, ഇവിടെ ഇവിടെ ഇട്ടേക്കുവാ.
തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് ഓണാക്കി അവിടെ വെച്ചതാണ്. ഫോൺ ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് ഇട്ടിട്ട് ഗൂഗിൾ മാപ്പ് ഓണാക്കി ഇട്ടേക്കുവായിരുന്നു. അവിടെ കിടക്കുമായിരുന്നു. ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഞാനത് എടുത്തോണ്ട് വന്നു. ഇനിയിപ്പോ നമുക്ക് അധികം നേരം നിൽക്കേണ്ട കാര്യം. മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നില്ല, മഴക്കാറുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ അധികം നേരം നിൽക്കുന്നില്ല. നമ്മള് നേരെ ഇനി പോയി ചായ കുടിച്ചിട്ട് പോവാണ്. നമുക്ക് കട കാണണം. കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന ഇവിടെ നിന്നുള്ള. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വീഡിയോക്കകത്ത പോലെ ഈ പ്രാവശ്യം ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്കകത്തും ഇവള് പോസ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം പോസ് ചെയ്തിട്ടുണ്ട്. അവിടെ വണ്ടിച്ചിറക്കം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോവാണ് ഗൈസ്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രാവശ്യത്തെ പോലെ തന്നെ എക്സ്പോസ് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ചായക്കടയിലോട്ട് പോയി ചായ കുടിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ചായ കുടിക്കുന്നു പിന്നെ കൊച്ചവിടെ കിടക്കാതെ കൊച്ചിനെ ഉറക്കം ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ ഇടണം, വ്ളോഗ് തുടങ്ങി വീഡിയോ കൊണ്ട് വന്നതാണ്. പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് എന്നും വരണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ കൊച്ചു ഒരു പ്രശ്നമാണ്. അവൾ ഉറങ്ങുന്നില്ല. ഉറങ്ങുന്നില്ല, അത് രാവിലെ കിടന്ന് ഉറങ്ങത്തില്ല. അതിലാണ് പ്രശ്നം. അവൾ രാവിലെ ഉറങ്ങിയാലേ ഉള്ളൂ നമുക്ക് എവിടെ പോകാൻ. അമ്മാമ്മ ഒന്ന് ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റും. കുഴപ്പമില്ല, അലമുണ്ടാക്കത്തില്ല. അങ്ങനെ അലമുണ്ടാക്കിയാൽ എന്ത് ചെയ്യുന്നുള്ളൊരു പേടി. അത് കാരണമാണ് അങ്ങനെ ചെയ്യാത്തത്. അവളവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു.
ഇല്ലായിരുന്നു. ഇനി ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇവിടെ അലമ്പാനായിട്ടുള്ള അലമ്പ് ടീമുകളുണ്ട്. തെങ്ങണം വരുമോ? തെങ്ങണം വരുമോ? തെങ്ങണം വരുമോ? ഇങ്ങനെ നോക്കുമ്പോ അടിപൊളി. അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. അല്ല, ഇങ്ങോട്ട് വന്നതിനേക്കാൾ അടിപൊളി അങ്ങോട്ട് നോക്കുമ്പോ അല്ലേ? ആ, അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് ഇത് കിടക്കുന്നുണ്ട്. നിന്റെ ആരുടെന്ന് പറഞ്ഞ് സ്പോട്ടി ചായക്കട. എന്നോട് ടാറ്റ പറഞ്ഞു. ടൂറിസ്റ്റ് വണ്ടി വിളിച്ച് ഈ സ്ഥലം കാണാൻ ആള് വന്നിരിക്കുക. ടൂറിസ്റ്റ് വണ്ടി. ഗൈസ്, നമ്മളെ ചായക്കടന്ന് അവിടെ വീഡിയോ ഇടാൻ ഫുൾ പാട്ടാണ്. വൈബ് പാട്ടൊക്കെ ഇട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അത് കാരണം കോപ്പറേറ്റ് ആയിരിക്കും. വേറൊരാൾ അത് എടുക്കാൻ ചെയ്യുമ്പോഴത്തേ ചേച്ചിക്ക് നടന്നു പോകുമ്പോൾ അവിടെ കിളികൾ ഇരിക്കുന്നുണ്ട്. ചേച്ചി നടന്നു പോകുമ്പോൾ പറന്നു പോകുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഈ കിളിയെ പറപ്പിച്ചിട്ട് വേണം നമുക്ക് വീഡിയോ എടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ഭയങ്കര പാട്ടും ഭയങ്കര ബഹളമൊക്കെയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു അലമ്പൊക്കെ ഉണ്ടായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്കും വണ്ടി പാർക്ക് ചെയ്തതിന് എന്തോ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. നല്ലൊരു അടിപൊളി സ്ഥലം കാണാൻ പറ്റി. നല്ലൊരു വൈബ് പ്ലേസ് ആണ്. നിങ്ങൾ എല്ലാവരും വരണം. ഹൈലി റെക്കമെൻഡഡ് പ്ലേസ് ആണ്. തിരുവല്ലയുള്ളവർ, ചങ്ങനാശ്ശേരിയിലുള്ളവർ അടിച്ചു പൊളിക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ അടിപൊളിയൊക്കെ. നമ്മുടെ ചേച്ചി വന്ന് പറപ്പിച്ചു, കിളിയെ പറപ്പിച്ചു. നമ്മളെന്നിട്ട് വണ്ടി എടുത്ത് പോയി വന്നു ഗൈസ്. നമ്മളത് ഇതാണ്, ഇവിടെ ഉള്ള ഒരു വീടാണിത്. അത്യാവശ്യം കാശുള്ള ഒരു വീട്, കാശുള്ള ഒരാളുടെ വീടാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ചെറിയ 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 വീടുകൾ, സംഭവം അരികെ നടന്നു വരുന്ന ജയിച്ച് ഒരു ഇവിടുത്തെ ഇല്ലാരികയാണ്. എന്തുമാത്രം ആളുകളാണ് വരുന്നത്. വീട്ടിലേക്ക് വെള്ളം കയറുക. കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെല്ലാൻ പറഞ്ഞ മൊബൈലിൽ ചെല്ലാൻ പറ്റേ വീട്ടിലുള്ളത്. ഇന്നലെ ഞാൻ ഒരു 60 രൂപ കഴിച്ചതാ. ഇവിടെ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർ വരും. കാര്യം ഇത് നേരെ ഒരു വഴിയാണ്. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കാണ്. അതുപോലെ തന്നെ മോഡിഫൈഡ് വെഹിക്കിൾസ് ഒക്കെ വരുന്നുണ്ടോ? ഓ, പൊളി. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരും. മോഡിഫൈഡ് വെഹിക്കിൾസ് അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഇത് കാണാനായിട്ട്. പിന്നെ ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയാണ്. ഒരു വൈബ്. ഇങ്ങനെ വീട്ടുകാരൊക്കെ ആയിട്ട് വന്ന് 4 മണിക്ക് വന്നിട്ട് ചായയൊക്കെ കുടിച്ച് നമ്മൾ ആകാശം ഉണക്കി ആലപ്പുഴ ബീച്ചിൽ പോകുന്ന സമയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് നല്ലതാണ്. നമ്മൾ ആലപ്പുഴ ബീച്ചിൽ ഇവിടുന്ന് പോകണമെങ്കിൽ എങ്ങനെ ഒരു 1 മണിക്കൂർ ട്രാവൽ ഉണ്ട്. 35 something കിലോമീറ്റർ ഉണ്ട്. അത്രയും കിലോമീറ്റർ
ഉറങ്ങിയിരിക്കാതെ ഈ വീഡിയോ എടുത്തത്. അപ്പം ഇവിടെ ആലപ്പുഴ ബീച്ച് പോണ ഒരു 35 കിലോമീറ്റർ ഉണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പം വണ്ടിക്ക് പോകണം 10-25 രൂപ പെട്രോളൊക്കെ വേണം. നമുക്ക് ഇപ്പൊ എന്റെ വീട് തിരുവല്ലായി 10 കിലോമീറ്റർ, മുത്തൂർന്ന് ഒരു 5 കിലോമീറ്റർ, ചങ്ങനാശ്ശേരി ഒരു 4 കിലോമീറ്റർ ഇല്ല. അത്രയും ദൂരത്താണ് ഇത്രയും നല്ലൊരു സ്ഥലം കിടക്കുന്നത്. ഈ ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരാണ് ശരി, റീൽസ് ഒക്കെ ചെയ്യുന്നവർക്ക് അടിപൊളി സ്ഥലമാണ്. വലിയ റീൽസ് ചെയ്യുക, ഇതിന്റെയൊക്കെ പോകുന്ന വഴിയാണ്, നമ്മൾ അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനായിട്ടുള്ള വഴിയാണ്. ഇതിന്റെ ഈ സൈഡിൽ ഇതില് വീട്ടിലൊക്കെ വേണമെങ്കിൽ അതൊരു വൈബാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് ശരിയല്ല. എന്നാലും ഇവിടെ വലിയ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. അധികം വണ്ടിയൊന്നും നല്ല സാധ്യതയുണ്ട്. കാര്യം കാർമയൊക്കെ നന്നായിട്ട് ഇരുട്ട് കയറിയിട്ടുണ്ട്. മഴ പെയ്യും. ക്യാമറയ്ക്കകത്ത് അത്യാവശ്യം വെട്ടമുള്ളതുകൊണ്ടാണ് ഇത് അങ്ങനെ കാണുന്നത്. പക്ഷെ മഴ പെയ്യാൻ നല്ല സാധ്യത. ഇങ്ങോട്ട് നോക്കി കഴിക്കൊരു സ്ഥലം നിർത്തിയാണ്. ഈ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം, അടിപൊളി സ്ഥലം കാണിക്കാവേ. ഇവിടെ നല്ലൊരു ക്യാമറയൊക്കെ ആയിട്ട് വന്ന് റീൽസൊക്കെ എടുക്കുകയാണെങ്കിൽ, നല്ല സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാനാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്. സൈഡിൽ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളത്തിലൊക്കെ പോയി എടുക്കാം. പിന്നെ എൻ്റെ ഇവിടെ നല്ല അതിമനോഹരമായ കിലോമീറ്ററോളം പോളയാണിത്. അല്ലാതെ റോഡോ പുല്ലോ ഒന്നുമല്ല, വെള്ളത്തിൻ്റെ പുറത്ത് പോള കിടക്കുന്നതാണ്. പോളപ്പൂവ് കണ്ടില്ല. അതാണ് ഇവിടുത്തെ മഴ പെയ്യും കേസ്. ഞങ്ങൾ വീട്ടിൽ പോകും കേസ്. ാണ് വന്നത്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കാവുംഭാഗം, നമ്മൾ നേരെ കാവുംഭാഗം വഴിയാണ് പോകുന്നത്. ഈ വഴി പോകുന്ന വഴിക്ക് കുറച്ച് ചെറിയ കാഴ്ചകളുണ്ട്. അതൊക്കെ കണ്ടു തന്നെ നമ്മളോട് പോവാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവരും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിച്ചവർക്കും വളരെയധികം താങ്ക്സ്. ഒരു വലിയൊരു അഭിപ്രായം ആയിട്ട് നമുക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോക്ക് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ഫോൺ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോയിസ് മാറ്റാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ക്ലിയർ ആയി കിട്ടുന്നില്ല. എന്നിട്ടും ഞാൻ ഡീനോയിസ് ഒക്കെ ചെയ്താണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒന്നും ആയിട്ടില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളോട് പറയണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഇന്നത്തെ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. നമ്മുടെ വേഗ വിശേഷങ്ങൾ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇടയ്ക്ക് നമ്മൾ റിലീവ് ചെയ്യാൻ അടുത്ത് എവിടെ പോകുക എന്നുള്ളത് അടുത്ത വീഡിയോ കാണുന്നവരെ. അപ്പം എല്ലാവർക്കും ബൈ.